Redson sir, start ചെയ്യാല്ലേ. ഇതിപ്പോ നമ്മുടെ അബ്കാരി ആക്ടിന്റെ 3ാമത്തെ സെഷനാണ്. അപ്പൊ അതിലിപ്പോ നമ്മൾ പെനാൽറ്റീസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. സെക്ഷൻ 55 മുതൽ ബാക്കി ലാസ്റ്റ് വരെയാണ് ഇപ്പോ നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൂടെ കുറച്ച് റൂളിങ്സും ഇതിന്റെ കൂട്ടത്തിൽ സൈറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. പെനാൽറ്റീസ് ചാപ്റ്റർ 9 സെക്ഷൻ 55 ഫോർ ഇല്ലീഗൽ ഇമ്പോർട്ട് എക്സെട്ര. സെക്ഷൻ 55 അറിയാത്ത ആൾക്കാർ ആരുമില്ല. സെക്ഷൻ 55 A മുതൽ I വരെ ഉണ്ട്. അപ്പൊ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പോകേണ്ട കാര്യമില്ല. മാത്രമല്ല ഈ പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ട് മാത്രമേ ആ സെക്ഷൻ 55 ഡിസെക്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഒരു ബെയർ റീഡിങ് ആവാം എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ സെക്ഷൻ 55 ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഫോർ ഇല്ലീഗൽ ഇമ്പോർട്ട്സ് എക്സെട്ര, whoever in contravention of this act or of any rule or order made under this act. ഈ ആക്ടിന് ഏതെങ്കിലും തരത്തിലൊരു കോൺട്രവെൻഷൻ അല്ലെങ്കിൽ ഈ ആക്ട് പോലെ തന്നെയുള്ള ഇതിന്റെ റൂളുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഓർഡറുമായി ബന്ധപ്പെട്ടോ ഉള്ള ഒരു കോൺട്രവെൻഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം? whoever in contravention of this act or any rule or order made under this act imports, exports, transports, transits or possesses liquor or any intoxicating drug. അത് എയിൽ വരുന്നതാണ്. B. manufactures liquor or any intoxicating drug. B. C അത് ഇല്ല. ഇപ്പോൾ D ഉണ്ട്. taps or causes to be tapped any toddy producing tree or draws or causes to be drawn toddy from any tree. Or F. constructs or works any distillery, brewery, winery or other manufactory in which liquor is manufactured, or uses, keeps or has in possession any materials, still, utensils, implement or apparatus whatsoever for the purpose of manufacturing liquor other than toddy or any intoxicating drug. H. bottles any liquor for purpose of sale. I. sells or stores for sales liquor or any intoxicating drug shall be punished എന്നാ പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്താലോ എക്സ്പോർട്ട് ചെയ്താലോ ട്രാൻസ്പോർട്ട് ചെയ്താലോ ട്രാൻസിറ്റ്, ഈ ട്രാൻസ്പോർട്ടും ട്രാൻസിറ്റ് നമ്മൾ ആ ഇതിന്റെ ഡെഫിനിഷൻ ക്ലോസിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ട്രാൻസിറ്റ് ചെയ്താലോ പ്രോസസ് ചെയ്താലോ എന്ത് പ്രോസസ് ചെയ്താ ലിക്കറോ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് പ്രോസസ് ചെയ്താലോ 55A പെടും. അതുപോലെ തന്നെ ബി മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ, എങ്ങനെ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആക്ടിന് വിരുദ്ധമായി കോൺട്രവൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്താൽ. അതുപോലെ തന്നെ ഡി പറയുന്നത് ടാപ്പ് ചെയ്താൽ, കള്ള് ചെത്തുന്നതോ അത് ഒരു മറ്റേ തെങ്ങിൽ നിന്നോ അല്ലെങ്കിൽ ടോഡി പ്രൊഡ്യൂസിങ് ട്രീയിൽ നിന്നോ ചെത്തുന്നത് ഇൻ കോൺട്രവെൻഷൻ ടു ദിസ് ആക്ടോ റൂളോ ആണെന്നുണ്ടെങ്കിൽ അതും ഇതിന്റെ ഡിയിലോ ഇയിലോ ആയിട്ട് വരാം. അതുപോലെ തന്നെയാണ് എഫും ജിയും. ഈ ജി സാധാരണ യൂസസ്, അതിനൊരു വൈഡ് ഇന്റർപ്രിട്ടേഷന്റെ സാഹചര്യം വന്നേക്കാം. കാരണം യൂസസ്, കീപ്സ് ഓർ ഹാസ് ഇൻ പൊസഷൻ any materials, still, utensil, implement or apparatus whatsoever for the purpose of manufacturing liquor other than toddy or intoxicating drug. ഈ സാധനങ്ങള് ഇത് മാനുഫാക്ചർ ചെയ്യേണ്ട പർപ്പസിലേക്ക് വേണ്ടി കൈവശം വെച്ചാൽ മതി. അതാണ് ജി പറയുന്നത്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് പിടിക്കണമെന്നൊന്നുമില്ല. യൂസസ്, കീപ്സ് ഓർ ഹാസ് ഇൻ പൊസഷൻ, അതിലും പൊസഷൻ ഉണ്ട്. പൊസഷൻ any materials, still, utensil, implement or apparatus whatsoever for the purpose of manufacturing liquor other than toddy or intoxicating drug. അപ്പോ ഈ സാധനങ്ങൾ ഉപയോഗിക്കുകയോ കീപ്പ് ചെയ്യുകയോ കൈവശം വെക്കുകയോ ചെയ്താൽ പോലും ജിയുടെ വകുപ്പിൽ പെടാം. അതുപോലെ തന്നെ ബോട്ടിൽസ്, എനി ലിക്കർ ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ, ഇതിനകത്തുള്ള ബോട്ടിലും. അതുപോലെ തന്നെ എച്ച്, അതുപോലെ തന്നെ ഐ. സെൽസ് ഓർ സ്റ്റോർസ് ഫോർ ലിക്കർ, സെയിൽസ് ഓഫ് ലിക്കർ, സെയിൽസ് ലിക്കർ. അപ്പൊ അത് ഈ ബോട്ടിൽസും അതുപോലെ തന്നെ ഈ സെല്ല് ചെയ്യുന്ന സെയിലും നമ്മളുടെ സെക്ഷൻ 3 ഡെഫിനിഷൻ ക്ലോസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനകത്ത് പറയുന്നത് ബാക്കിയുള്ളത് സെക്ഷൻ ബാക്കി അതിനകത്ത് കൊടുത്തിട്ടുള്ളത്
അതിന്റെ പനിഷ്മെന്റ് ഒക്കെയാണ്. ഡിയും ഇയും 1 വർഷം വരെ പനിഷ്മെന്റ്, അതുപോലെ തന്നെ മറ്റു വകുപ്പുകൾ 10 വർഷം വരെ അതിന്റെ പനിഷ്മെന്റ് പോകും. For the offenses other than an offense falling clause D or clause E with imprisonment for a term which may extend to 10 years or with fine which shall not be less than 1 lakh. Which shall not be less than 1 lakh. അപ്പോൾ ഡിയും ഇയും 10 വർഷവും 1 ലക്ഷത്തിൽ കുറയാത്തതും, അതുപോലെ തന്നെ ഫോർ an offense falling under clause D or clause E with imprisonment for a term which may extend to 1 year or with fine which may extend to 10,000 rupees. അതിൽ ഡിയും ഇയും ഞാൻ പറഞ്ഞതിൽ തെറ്റിപ്പോയിട്ടുണ്ടാവും. ഡിയും ഇയും 1 വർഷവും 10,000 രൂപയും, മറ്റുള്ളത് 10 വർഷം വരെ 1 ലക്ഷത്തിൽ കുറയാത്തത്. അതാണിപ്പോ ഈ 55 പനിഷ്മെന്റ് പറയുന്നത്. അപ്പൊ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ ഈ 55 തന്നെ പറയുന്ന പൊസഷൻ, ഈ പൊസഷനെ സംബന്ധിച്ച് കണ്ടമാനം ഇന്റർപ്രിട്ടേഷൻസ് വരുന്നുണ്ട്. ഈ എന്ത് പൊസഷനാണ്? അത് കോൺഷ്യസ് പൊസഷനെ സംബന്ധിച്ച് വിധിന്യായങ്ങളിൽ പറയുന്നുണ്ട്. എന്താണ് ഈ കോൺഷ്യസ് പൊസഷൻ എന്നുള്ളത് പല വിധിന്യായങ്ങളിലും പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ സെഷന് ശേഷം നമ്മൾ സൈറ്റ് ചെയ്യുന്ന റൂളിങ്ങുകളിലും ചിലപ്പോൾ ഒരുപക്ഷെ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ടാവാം. കോൺഷ്യസ് പൊസഷൻ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഈ പഠിക്കുന്ന ഈ ഒരു കൺസ്ട്രക്റ്റീവ് പൊസഷൻ പോരാ, മറിച്ച് ഒരു കോൺഷ്യസ് പൊസഷൻ ഉണ്ടാവണം എന്നുള്ള കാര്യം കോടതികൾ എടുത്ത് പറയുന്നുണ്ട്. അതാണ് 55 സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ 55B ആണ്, ക്യാപിറ്റൽ ബി, ചെറിയ സ്മോൾ ലെറ്റർ അല്ല, ക്യാപിറ്റൽ ബി. ജസ്റ്റ് ഒരു ബെയർ റീഡിങ് ആവാമെന്ന് മാത്രം കരുതിയിട്ട് വായിക്കുന്നത്. അതില് പെനാൽറ്റി ഫോർ റെൻഡറിങ് ഓർ അറ്റംപ്റ്റിംഗ് ടു റെൻഡർ ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് ഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഈ ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യന് സാധാരണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലാത്ത വിധം അതിന്റെ നേച്ചറിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഘടനയെ ബാധിച്ചിട്ടുള്ള ഈ സ്പിരിറ്റ് ആണ്. അപ്പോ അതിനെ കുടിക്കാൻ യോഗ്യമാക്കത്തക്ക രീതിയിൽ ചെയ്യുന്ന പ്രവൃത്തി, അതാണ് ഈ ശിക്ഷ അർഹിക്കുന്നത് 55B. പെനാൽറ്റി ഫോർ റെൻഡറിങ് ഓർ അറ്റംപ്റ്റിംഗ് ടു റെൻഡർ ഡീനേച്ചേർഡ് സ്പിരിറ്റ് ഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. അതേപോലെ തന്നെയാണ് 55C മറ്റൊരു വകുപ്പാണ്. അതിൽ പറയുന്നത് പെനാൽറ്റി ഫോർ കൗണ്ടർഫീറ്റിംഗ്, സെല്ലിംഗ് എക്സെട്ര ഓഫ് ലേബിൾ ഓർ സെക്യൂരിറ്റി സ്റ്റിക്കർ. നമ്മൾ ആ സെക്ഷൻ 12 വായിച്ചിട്ടുണ്ട്. ആ 12 വായിച്ചിട്ടുള്ളതിന്റെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളതാണ് സെക്ഷൻ 55C. Whoever contravenes the provisions of section 12C of this act shall, on conviction before a competent court, be punished with imprisonment for a term which may extend to 5 years or with fine which may extend to rupees 1 lakh or with both. അതായത് നമ്മൾ നേരത്തെ സെക്ഷൻ 12 അതിന്റെ എന്തൊക്കെ ചെയ്യാൻ പാടും എന്തൊക്കെ ചെയ്യാൻ പാടില്ല മുതലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൽ 12C ആയി ബന്ധപ്പെട്ടുള്ളതാണ് ഈ 55C. അതുപോലെ തന്നെ ക്രിമിനൽ കോൺസ്പിറസി ആണ് 55D. ഒരു ക്രിമിനൽ, നമ്മുടെ IPCയിൽ പറയുന്ന പോലെ തന്നെയുള്ള ഒരു ക്രിമിനൽ കോൺസ്പിറസിയാണ്. അത് ഇതിനകത്ത് സെക്ഷൻ 55Dയിൽ സ്പെസിഫൈ ചെയ്ത് വേറെ പറയുന്നുണ്ട്. പെനാൽറ്റി ഫോർ ക്രിമിനൽ കോൺസ്പിറസി 55D. When 2 or more persons agree to do or causes to be done an act which is illegal under this act and does such an illegal act in pursuance of such agreement by one or more of the parties to that agreement. ഒന്നിൽ കൂടുതലോ ആൾക്കാരോ ഒരു കൃത്യം ചെയ്യാൻ വേണ്ടി അവര് കൂടി ആലോചിച്ച് ആ കുറ്റം ചെയ്യുന്ന പക്ഷമോ, അല്ലെങ്കിൽ ആ ചെയ്യുന്നതിന് വേണ്ടുന്ന മറ്റു പ്രിപ്പറേഷൻ നടത്തുകയോ, അല്ലെങ്കിൽ ആ ചെയ്യുന്ന സമയത്ത് ഈ കൂടിയിരുന്ന ആൾക്കാർക്ക് പുറമെ മറ്റൊരാളും കൂടെ വന്നാൽ പോലും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഡസ് സച്ച് an illegal act in pursuance of such agreement by one or more of the parties to that agreement. ആ എഗ്രിമെന്റിൽ വന്നിട്ടുള്ള ആൾക്കാർ, such an agreement is designated a criminal conspiracy under this act, and every person who is a party to the criminal conspiracy shall on conviction be punished. അപ്പോൾ ഇതിനകത്ത് ഈ കോൺസ്പിറസിയിൽ വന്നിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതിന് പുറമേ ഉള്ള ആൾക്കാർ, അതിങ്ങനെ പുറമേ ഉള്ള ആൾക്കാരില്ല. ആ കോൺസ്പിറസിയിൽ ഭാഗമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ക്രിമിനൽ കോൺസ്പിറസി. When 2 or more persons, ഒന്നും കൂടെ വായിക്കുക, എനിക്കൊരു കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ്. When 2 or more persons
agree to do or cause to be done an act which is illegal under this act, and does such an illegal act in pursuance of such agreement by one or more of the parties to that agreement, such an agreement is designated a criminal conspiracy under this act, and each person who is a party to the criminal conspiracy shall on conviction be punished with the same punishment provided for the offense committed. 55D. അതുപോലെ തന്നെ 55G, പെനാൽറ്റി ഫോർ മേക്കിംഗ് ഓർ യൂസിങ് ഫാൾസ് ഡോക്യുമെന്റ് ആണ്. പലപ്പോഴും ചില കേസുകളിലൊക്കെ കാണാറുണ്ട്, ഈ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറിന്റെ അനുമതി ഇല്ലാതെ ചിലപ്പോ പല അനുമതികളും വേണം, നമുക്ക് പെർമിഷൻ ഉണ്ടാവണം. ആ പെർമിറ്റ് ഇല്ലാതെ പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഒഫൻസ് ആയിട്ട് വരാം. അപ്പൊ ഈ പെർമിറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ആ ഒരു പെർമിഷന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ചിലപ്പോൾ ഫാബ്രിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പല ഡോക്യുമെന്റ്സും ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ സെക്ഷൻ 55G പറയുന്നത് പെനാൽറ്റി ഫോർ മേക്കിംഗ് ഓർ യൂസിങ് ഓഫ് ഫാൾസ് ഡോക്യുമെന്റ്. അപ്പൊ അതിനകത്തൊരു പ്രിസംപ്ഷൻ കൂടെ വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. Whoever dishonestly or fraudulently or without lawful authority makes any document. അപ്പൊ ഒരാള് ഒരു ഡോക്യുമെന്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ alters the content of any document. ഒരുപക്ഷെ അവർക്ക് ഒരു പെർമിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ആ പെർമിറ്റിൽ ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന് 5 ലിറ്റർ എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പുറത്ത് ഒന്നും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 15 ലിറ്റർ ആവും. അപ്പൊ അതിനകത്തൊരു മെറ്റീരിയൽ ഓൾട്ടറേഷൻ നടക്കുകയാണ്. ഓർ alters the content of any document, causing it to be believed that such document or part of it was made by a lawful authority intending to manufacture, store, sell, or to transport any liquor or intoxicating drug, or to do any act which is prohibited under this act. അപ്പോൾ ഈ രീതിയിൽ ഒരു ഡോക്യുമെന്റില് ഒരു തെറ്റായ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ ശരിയായ ഒരു ഡോക്യുമെന്റിൽ ഒരു ഓൾട്ടറേഷൻ വരുത്തുകയോ, അങ്ങനെ വരുത്തിയതിനു ശേഷം ആ ഒരു ഡോക്യുമെന്റ് ഒരു കോമ്പറ്റന്റ് അതോറിറ്റി ഇഷ്യൂ ചെയ്തതാണെന്നുള്ള വ്യാജേന അത് ഉപയോഗിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന 55G വകുപ്പിൽ പെടും. അതിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ 1 പറയുന്നുണ്ട്. Under this section, until the contrary is proved, it shall be presumed that the person has used such document knowing that it is false or is not genuine. അപ്പൊ ഇതിനകത്ത് ആ ഒരു പ്രിസംഷൻ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. അയാൾ അത് അറിഞ്ഞ് ഉപയോഗിച്ചിട്ടുള്ളതാണെന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രിസംഷൻ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ in this section, the word document, unless anything contrary is specified in any other section, shall have the same meaning as in section 3 of the Evidence Act. ഇതിനകത്തുള്ള ഡോക്യുമെന്റിന്റെ മീനിങ്ങും സെക്ഷൻ 3 ഓഫ് എവിഡൻസ് ആക്ടിൽ കൊടുത്തിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ക്ലോസിലെ സെക്ഷൻ 3 ഡോക്യുമെന്റിന്റെ മീനിങ് തന്നെയായിട്ടാണ് ഇതിനകത്ത് കണക്ക് കൂട്ടുന്നത്. അത് സെക്ഷൻ 55G ആയി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ സെക്ഷൻ 55H ഇതൊക്കെ പറയുന്നത് ക്യാപിറ്റലാണ് കേട്ടോ. സെക്ഷൻ 55H, പെനാൽറ്റി ഫോർ അൺലോഫുൾ അഡ്വർടൈസ്മെന്റ്. അതിൽ പറയുന്നുണ്ട്, whoever prints, publishes or gives any advertisement soliciting use of or offering any liquor or intoxicating drug shall be punished with imprisonment for a term which may extend to 6 months, or with fine which may extend to 25,000 rupees, or with both, provided that this section shall not apply to price list for display at the points of sale for consumer information. ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പലപ്പോഴും ചില സന്ദർഭങ്ങളിലൊക്കെ ഈ പല ലിക്കറിന്റെ ഒക്കെ പരസ്യങ്ങൾ യൂട്യൂബിലൊക്കെ കാണാം. അത് ഈ സെക്ഷൻ 55H കീഴിൽ വരുമോ, അതിൽ പെട്ടേക്കാമോ? പലപ്പോഴും ആ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് പ്രിന്റ് ഫോർമാറ്റിൽ കാണാറുണ്ട്. ചിലപ്പോ മോഹൻലാലിന്റെ തന്നെ ചില പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്, വൈകിട്ട് എന്താ പരിപാടി, അതൊക്കെ ഈ സെക്ഷൻ 55H കീഴിൽ വരുമോ? ജസ്റ്റ് ഒരു ഡിസ്കഷന് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് പ്രൊവൈഡഡ് ദിസ് സെക്ഷൻ ഷാൽ നോട്ട് അപ്ലൈ ടു പ്രൈസ് ലിസ്റ്റ്. ഒരു പ്രൈസ് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അത് പെടുന്നില്ല എന്ന് പറയാം. അപ്പൊ ചില ബാറുകളിലേക്ക് മുമ്പിൽ ഹാപ്പി അവേഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് അങ്ങനെ ഹാപ്പി അവേഴ്സ് ഇടുന്നത് ഒരു പക്ഷേ ഈ അൺലോഫുൾ അഡ്വർടൈസ്മെന്റിന്റെ പരിധിയിൽ പെടുമോ? ജസ്റ്റ് ഒരു ഫുഡ് ഫോർ തോട്ട് എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രം. 55H നോക്കി. പിന്നെ ഞാൻ ഏറെക്കുറെ ആവശ്യമുള്ള
എല്ലാ ആവശ്യമുള്ളത് തന്നെയാണെങ്കിലും ഏറെക്കുറെ ആവശ്യമുള്ളതും ശ്രദ്ധിക്കാൻ ഒരുപക്ഷെ ശ്രദ്ധ വിട്ടുപോയേക്കാവുന്നതുമായിട്ടുള്ള സെക്ഷനുകൾ മാത്രം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നു മാത്രം. 57 ക്യാപിറ്റൽ എ, അത് ഈ ഞാനിതിനകത്ത് ഓരോ സെക്ഷനുകൾ എടുത്ത് ഈ രീതിയിൽ പറയുന്നതിന്റെ കാരണം പലപ്പോഴെങ്കിലും ട്രയലിന് വന്നിട്ടുള്ള ചില ഭാഗങ്ങൾ, ചിലപ്പോൾ പല സൈറ്റേഷനുകൾ റൂളിങ്ങുകളിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചില ഭാഗങ്ങൾ, അതൊക്കെയാണ് ഞാൻ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുന്നതാണ് ഈ 57A. For adulteration of liquor or intoxicating drug with noxious substance etc. നോക്ഷ്യസ് സബ്സ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പോയിസണസ് സബ്സ്റ്റൻസ്. അപ്പോൾ ഒരു അഡൾട്രേഷൻ, ലിക്കറിനകത്ത് വരുന്ന അഡൾട്രേഷൻ, ഇപ്പൊ ചില ഭാഗങ്ങളിൽ ഈ കള്ളിലൊക്കെ ചിലപ്പോ ഈ ഡയസാപ്പാം എന്നൊക്കെ പറയുന്ന ചില പദാർത്ഥങ്ങൾ, ചില കെമിക്കൽ കോമ്പണൻസ് ഒക്കെ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ അത്തരത്തിലൊരു അഡൾട്രേഷൻ അത് എങ്ങനെയാണെങ്കിൽ വിത്ത് നോക്ഷ്യസ് സബ്സ്റ്റൻസ്, അത് നോക്ഷ്യസ് സബ്സ്റ്റൻസ് ആയിരിക്കണം. അതിപ്പോ നോക്ഷ്യസ് സബ്സ്റ്റൻസ് ആണെങ്കിൽ മാത്രമേ ചിലപ്പോൾ ഒരു പക്ഷേ 57ന്റെ പരിധിയിൽ വരുന്നുള്ളൂ. അപ്പൊ അത് 3 തരത്തിലാണ് പറയുന്നത്. അതായത് പൂവർ മിക്സസ് ഓർ പെർമിറ്റ്സ് ടു ബി മിക്സ്ഡ് ഇൻ നോക്ഷ്യസ് സബ്സ്റ്റൻസ് ഓർ ഇൻ എ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ലൈക്ലി ടു എൻഡേഞ്ചർ ഹ്യൂമൻ ലൈഫ് ഓർ ടു കോസ് ഗ്രീവിയസ് ഹേർട്ട് ടു ഹ്യൂമൻ ബീയിങ്സ്. ആരാണോ ഇത്തരത്തിൽ ലിക്കറിൽ മിക്സ് ചെയ്യുന്നത്, ആരാണോ ഇത്തരത്തിൽ മിക്സ് ചെയ്യാൻ അനുമതി കൊടുക്കുന്നത്, അങ്ങനെ മിക്സ് ചെയ്യുന്ന സംഗതി ഒരു ഹ്യൂമൻ ലൈഫിനെ എൻഡേഞ്ചർ ചെയ്യത്തക്ക രീതിയിലോ അല്ലെങ്കിൽ ഒരു ഗ്രീവിയസ് ഹേർട്ട് ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടാക്കത്തക്കതോ ആയ രീതിയിൽ വന്നു കഴിഞ്ഞാലോ, അതുപോലെ തന്നെ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പനിഷബിൾ അതിന്റെ റിസൾട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിലൂടെ ഒരു ഗ്രീവിയസ് ഹേർട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ കാരണമായിട്ടുള്ള ആൾക്കെതിരെ നടപടി അല്ലെങ്കിൽ അതിന്റെ പനിഷ്മെന്റ് വിച്ച് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 2 years ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ആൻഡ് വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 50,000 rupees. അതാണ് ഗ്രീവിയസ് ഹേർട്ട് ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇനി അങ്ങനെ ഗ്രീവിയസ് ഹേർട്ടിന് പകരം ഡെത്ത് ആണ് സംഭവിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ shall not be less than 3 years but which may extend to imprisonment for life and with fine which may extend to 50,000 rupees. ഇത് രണ്ടും അല്ലാത്ത കേസിൽ in any other cases the imprisonment for a term which shall not be less than 1 year but which may extend to 10 years and fine which may extend to 25,000 rupees. അങ്ങനെ ഈ അഡൾട്രേഷൻ വരുന്ന സമയത്ത് ഒരുപക്ഷെ ആൾക്ക് ജീവഹാനി സംഭവിക്കുകയോ അല്ലെങ്കിൽ ഗ്രീവിയസ് ഹേർട്ട് സംഭവിക്കുകയോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിലൂടെയൊക്കെയുള്ള ഈ പനിഷ്മെന്റിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിന്റെ 57A തന്നെ ക്ലോസ് 2 അത് പറയുന്നത് whoever omits to take reasonable precautions. അപ്പോ ആരാണോ ഒരു പ്രിക്കോഷൻ എടുക്കേണ്ടത്, ആ പ്രിക്കോഷൻ എടുക്കേണ്ടയാള് അങ്ങനെ ഒരു പ്രിക്കോഷൻ എടുക്കാതിരിക്കുന്നത് മൂലം ഈ മേൽപ്പറഞ്ഞ പോലെയുള്ള ആ ഒരു ഒമിഷൻ കൊണ്ട് ഒരു ഗ്രീവിയസ് ഹേർട്ട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു ഡെത്ത് ഉണ്ടാവുകയോ, ഇനി ഇത് രണ്ടും അല്ല മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇനി അതർ കേസ് ആ നിലയ്ക്കാണെന്നുണ്ടെങ്കിലും ഈ മേൽ പറഞ്ഞിട്ടുള്ള പ്രകാരമുള്ള ഈ പനിഷ്മെന്റ് അതിൽ ഈ ഇതുമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ക്ലോസ് 3 പറയുന്നുണ്ട് whoever possesses any liquor or intoxicating drug in which any substance referred to in subsection 1 is mixed, knowing that substance is mixed with such liquor or intoxicating drug shall on conviction be punishable with imprisonment for a term which shall not be less than 1 year but which may extend to 10 years and with fine which may extend to 25,000 rupees. അതിനകത്ത് ഇതിൽ പറയുന്നത് ക്ലോസ് 3 സബ് ക്ലോസ് 3 പറയുന്നത് അത് കൈവശം വെച്ചാൽ മതി. അങ്ങനെ ഈ നോക്ഷ്യസ് സബ്സ്റ്റൻസ് മിക്സ് ചെയ്തിട്ടുള്ള ലിക്കർ കൈവശം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിനൊക്കെ ഒരു ബേർഡൻ പറയുന്നുണ്ട്. where a person is prosecuted for an offense under subsection 1 or subsection 2, the burden of proving that he has not mixed or permitted to be mixed
or as the case may be, omitted to take reasonable precautions to prevent the mixing or any substance referred to in that subsection with any liquor or intoxicating drug shall be on him. അപ്പോ ഇത് അങ്ങനെ മിക്സ് ചെയ്തിട്ടില്ല എന്നോ അങ്ങനെ ഒരു റീസണബിൾ പ്രിക്കോഷൻ എടുത്തിട്ടില്ല എന്നോ ഒക്കെ എടുത്തിരുന്നു എന്നോ ഒക്കെ പറയേണ്ട ഉത്തരവാദിത്തം ഈ പറയുന്ന പ്രതിക്കാണ്. അതാണ് അതിന്റെ ബേർഡൻ നേരെ ആ ഒരു ബേർഡൻ ഷിഫ്റ്റ് ആയി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു പ്രിസംഷൻ ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ഈ 57B എന്ന് പറയുന്ന ഒരു കോമ്പൻസേഷൻ ഓർഡർ ടു പേ കോമ്പൻസേഷൻ. അതില് ഈ ഏതെങ്കിലും രീതിയിൽ ഇഫ് ഞാൻ അതിന്റെ റെലവെന്റ് ആയിട്ടുള്ള ഭാഗം മാത്രമേ വായിക്കുന്നുള്ളൂ. If it is satisfied that death or grievous hurt has been caused to any person or persons by consumption of liquor or intoxicating drug sold in any place licensed under this act, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഡെത്തോ അല്ലെങ്കിൽ ഒരു ഗ്രീവിയസ് ഹേർട്ടോ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു കേസിൽ whether or not he is convicted of an offense under this section to pay by way of compensation such amount as it appears to be just to the legal representatives of the deceased. ഈ അത്ര ഒരു കേസിൽ പ്രതിയെ ശിക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കവിഞ്ഞ് ആ കേസിൽ അവർക്കൊരു കോമ്പൻസേഷൻ ഈടാക്കാൻ കോടതിക്ക് അധികാരമുള്ളതായിരിക്കും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. 58 അത് ഫോർ പൊസഷൻ ഓഫ് ഇല്ലിസിറ്റ് ലിക്കർ ആണ്. പലപ്പോഴും കേസുകളിൽ ഇല്ലിസിറ്റ് ലിക്കർ തെറ്റി പ്രസ്താവിച്ച് കാണുന്നുണ്ട്. അതായത് ഇപ്പോ എന്താണ് ഈ ഇല്ലിസിറ്റ് ലിക്കർ എന്നുള്ളത് നോക്കാം. ആ ഇല്ലിസിറ്റ് ലിക്കറിന്റെ ഡെഫിനിഷൻ 3 കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലിസിറ്റ് ലിക്കർ കൊടുത്ത് കാണുന്നില്ല. ഇല്ല. ഫോർ പൊസഷൻ ഓഫ് ഇല്ലിസിറ്റ് ലിക്കർ, whoever without lawful authority has in his possession any quantity of liquor or of any intoxicating drug, knowing the same to have been unlawfully imported, transported or manufactured or, അപ്പോ ഇതിനകത്ത് പറയുന്നത് ഏതാണോ ഇല്ലിസിറ്റ് ലിക്കർ എന്നായി പറയുന്നത്, അതായത് whoever without lawful authority, യാതൊരു നിയമപരമായിട്ടുള്ള ആധികാരികതയും ഇല്ലാതെ ഒരാളുടെ കയ്യില് ഒരു പൊസഷൻ ഉണ്ടെങ്കിൽ ഓഫ് എനി ക്വാണ്ടിറ്റി, അതിനകത്ത് എത്ര ക്വാണ്ടിറ്റി എന്നുള്ളത് പറയുന്നില്ല, ഒരു ഡ്രോപ്പ് ആണെങ്കിൽ പോലും അത് ഇതിന്റെ പരിധിയിൽ പെടും, ഓഫ് എനി ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് ഓർ ലിക്കർ. എങ്ങനെയാണെങ്കിൽ നോയിങ് ദ സെയിം, ഒരു അറിവുണ്ടാവണം, നോയിങ് ദ സെയിം ടു ഹാവ് ബീൻ അൺലോഫുള്ളി ഇമ്പോർട്ടഡ്, അത് അൺലോഫുള്ളി ഇമ്പോർട്ടഡോ അല്ലെങ്കിൽ അൺലോഫുള്ളി ട്രാൻസ്പോർട്ടഡോ ആണ് അല്ലെങ്കിൽ അൺലോഫുള്ളി മാനുഫാക്ചർഡോ ആണ് എന്നുണ്ടെങ്കിൽ അത് ഇല്ലിസിറ്റ് ലിക്കർ ആണ്. ഓർ രണ്ടാമത്തെ ഭാഗം, knowing the duty, tax or rental payable under this act not to have been paid thereof, അതിന് സാധാരണ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ടാക്സോ ഡ്യൂട്ടിയോ മറ്റു സംഗതികളോ കൊടുക്കാതെയാണ് അദ്ദേഹത്തിന്റെ കൈവശത്തിൽ അത് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും 58 ഇല്ലിസിറ്റ് ലിക്കറിന്റെ വകുപ്പിൽ പെടും. അപ്പൊ അതിനകത്ത് പറയുന്നത് ഷാൽ ബി പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 10 years ആൻഡ് വിത്ത് ഫൈൻ വിച്ച് ഷാൽ നോട്ട് ബി ലെസ് ദാൻ ₹1 lakh. പിന്നെ 58A എന്ന് പറയുന്നത് ഇത്തരത്തില് ഒരു ഇതിന്റെ പ്രിപ്പറേഷൻസിനെ സംബന്ധിച്ചാണ്. അതായത് ലിക്കറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതിന്റെ പ്രിപ്പറേഷൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് 58A. പിന്നെ 62 പറയുന്നുണ്ട്, അതൊരു കോമൺ ഇന്റൻഷൻ ആണ്. ഒരു കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് ഇതിൽ ഒരു കോമൺ ഇന്റൻഷനോട് കൂടിയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് 62ന്റെ പരിധിയിൽ പെടും. നമ്മൾ IPC പറയുന്ന പോലെയുള്ള ഒരു കോമൺ ഇന്റൻഷൻ 62 അതുപോലെ തന്നെ ഫോർ ഒഫൻസസ് നോട്ട് അതർവൈസ് പ്രൊവൈഡഡ് ഫോർ, ഈ 63 പലപ്പോഴും കോടതികൾക്ക് എളുപ്പമായിട്ടുള്ള ഒരു സെക്ഷനാണ്. കാരണം ഒരു കൺവിക്ഷൻ ആ രീതിയിലെങ്കിലും കിട്ടാനായിട്ട് പലപ്പോഴും ഈവൻ പ്രോസിക്യൂഷൻ പോലും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്, സെക്ഷനാണ് സെക്ഷൻ 63 ഫോർ ഒഫൻസസ് നോട്ട് അതർവൈസ് പ്രൊവൈഡഡ് ഫോർ. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടുള്ള 55, 58, 81, 82 മുതലായിട്ടുള്ള വകുപ്പുകളിൽ ഒരുപക്ഷെ ഈ പറയുന്ന വകുപ്പുകളിലൊന്നും പെടുന്നില്ല.
പക്ഷെ അതിൽ തന്നെ ഇതിലൊരു കോൺട്രവെൻ ചെയ്യുന്നുണ്ട്. പക്ഷെ സ്പെസിഫിക് ആയിട്ടൊരു സെക്ഷൻ അത് കോൺട്രവെൻ ചെയ്യുന്നതിന് ഒരു പനിഷ്മെന്റ് പറഞ്ഞ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 63 പെടും. അപ്പോ whoever is guilty of any act or intentional omission in contravention of any of the provisions of this act or of and not otherwise provided for in this act shall on conviction before a magistrate be punished for each such a willful act or omission with fine which may extend to 5,000 rupees or with imprisonment for a term which may extend to 2 years or with both. ഇപ്പോ അതിൽ ഒന്ന് രണ്ട് റൂളിങ്സ് ഉണ്ട്. റൂളിങ്സ് ആയിട്ട് പറയുന്നില്ല, എന്നാലും ഈ പലപ്പോഴും കോടതികൾ ഒരു in Nobi versus Nobi and another versus State of Kerala and others, അതൊരു KHC 2009-4622 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് 86 ബോട്ടിൽ ഓഫ് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ഈ ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 86 ബോട്ടിൽസ് ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയതിന് സെക്ഷൻ 55A അല്ല ഇട്ടിട്ടുള്ളത്, അത് 63-ലാണ് അത് വിട്ടിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് അതൊരു 63-യുടെ ഒരു സ്കോപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷൻ, ഈ ഒരു സൈറ്റേഷൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി സെക്ഷൻ 64 ഒരു പ്രിസംഷൻ, ഒരു മേജർ പ്രിസംഷൻ ആണ്. പ്രിസംഷൻ ആസ് ടു കമ്മീഷൻ ഓഫ് ഒഫൻസസ് ഇൻ certain cases. In prosecution under section 55, section 55B, section 56A, 57, 58 capital A, section 58B, ഇതിലൊക്കെ it shall be presumed until the contrary is proved that the accused person has committed an offense under that section in respect of any liquor. അപ്പോ ബാക്കിയുള്ള വായിക്കുന്നില്ല, പക്ഷേ it shall be presumed until the contrary is proved that the accused person has committed an offense. അപ്പോൾ ഒരു പ്രിസംഷൻ ഓൾറെഡി ഉണ്ട്. ഈ ഒരു അക്യൂസ്ഡ് പേഴ്സൺ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നുള്ള പ്രിസംഷനിൽ ആണ് ഒരു ഈ പറയുന്ന ഒഫൻസുകളൊക്കെ തുടങ്ങുന്നത്. എങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പൊസഷൻ അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത്തരത്തിലൊരു ക്വാണ്ടിറ്റിയിൽ പൊസഷൻ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കപ്പെടുന്ന സന്ദർഭത്തിൽ മാത്രമേ ഒരാൾക്കെതിരെ കേസ് നിൽക്കുള്ളൂ. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ, പ്രോസിക്യൂഷൻ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അദ്ദേഹം അതിനകത്ത് ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടാവണം. ആ പൊസഷൻ അയാൾ അക്കൗണ്ടബിൾ ആയിരിക്കണം ആ ഒരു പൊസഷൻ. അപ്പൊ അങ്ങനെ അതാണ് ഈ പ്രിസംഷൻ സെക്ഷൻ 64-ന്റെ കാര്യം. നമ്മൾ അത് വായിക്കുമ്പോൾ ചിലപ്പോൾ അത് വിട്ടുപോകും, കാരണം കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വായിക്കുന്നില്ല. 64 അങ്ങനെ ഒരു പ്രിസംഷൻ ഉണ്ട്. ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇത് മറ്റേ പ്രതിയെ ബാധിക്കും. അതുപോലെ തന്നെ 64A ഒരു കെട്ടിടമോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ റൂമോ ഒക്കെ ഇതിന് മാനുഫാക്ചറിനോ സെയിലിനോ സ്റ്റോറേജിനോ അല്ലെങ്കിൽ അതിന്റെ വിൽപ്പനയ്ക്കോ മറ്റോ ഒക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ penalty for allowing land, building, room, etc. for manufacture, sale or storing for sale of liquor or intoxicating drug. ഒരുപക്ഷെ പലപ്പോഴും വീട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോലും ഒരാൾ ഒരു സാക്ഷിയായിട്ട് കോടതിയിൽ വന്ന ഒരു ഓർമ്മയുണ്ട്. അയാൾ വീട് വാടകയ്ക്ക് കൊടുത്തു പോയതാണ്, പക്ഷെ വീട്ടില് അയാൾ അറിയാതെ ഇത്തരം കൃത്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ സാധുവായതുകൊണ്ടാവാം അയാളെ പ്രതി ചേർത്തില്ല. പക്ഷെ ഒരുപക്ഷെ വേണമെങ്കിൽ പ്രതി ചേർത്താമായിരുന്നു. അയാൾക്കൊരു ഗിൽറ്റി ഇന്റൻഷൻ ഉണ്ടാവില്ലാത്തതുകൊണ്ടായിരിക്കാം. ഏതായാലും ആ രീതിയിൽ സെക്ഷൻ 64A പ്രാധാന്യമുണ്ട്. പിന്നെ 65 കോൺഫിസ്കേഷൻ ഹൗ ഓർഡേർഡ് ഒക്കെയാണ് 65 പറയുന്നത്. പിന്നെ 67B ഉണ്ട്. ഈ 67B വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് 67B. പ്രത്യേകിച്ച് ഒരു വർഷം മുന്നേ, 1.5 വർഷം മുന്നേ ഈ 67B എന്ന് പറയുന്നത് ഈ ഓതറൈസ്ഡ് ഓഫീസർ, അതായത് ഓഫീസർ, ഒരു ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഓതറൈസ്ഡ് ഓഫീസറിനെ നിയോഗിക്കും. അപ്പോൾ ഇത് പ്രകാരം സെക്ഷൻ 67B ഈ സെക്ഷൻ പ്രകാരം
the government in this behalf by notification in the Gazette, not being below the rank of an assistant excise commissioner, hereinafter referred to as an authorized officer. ഒരു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്ക് മുകളിലുള്ള ഒരാളെയാണ് ഓതറൈസ്ഡ് ഓഫീസറായിട്ട് നിയോഗിക്കുക. നമ്മൾ 53 പഠിക്കുന്ന സമയത്ത് 53A ഡിസ്പോസലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് 53A ഡിസ്പോസലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് ഓതറൈസ്ഡ് ഓഫീസർ. ആ ഓതറൈസ്ഡ് ഓഫീസറാണ് ഈ ഇൻവെന്ററി തയ്യാറാക്കുന്നതും അതുപോലെ തന്നെ ആ ഇൻവെന്ററിയാണ് മജിസ്ട്രേറ്റ് നോക്കി സർട്ടിഫൈ ചെയ്യുന്നതും എന്നുള്ളതൊക്കെ നമ്മൾ സെക്ഷൻ 53A പഠിച്ചു. ആ 53A പറയുന്ന ആ ഓതറൈസ്ഡ് ഓഫീസറാണ് ഈ 67B പറയുന്ന കോൺഫിസ്കേഷൻ ബൈ അബ്കാരി ഓഫീസേഴ്സ് ഇൻ സർട്ടൻ കേസസ്. അത് കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ള ആളാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്ക് മുകളിലുള്ള ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഗസറ്റിലുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം നിശ്ചയിക്കുന്ന ആള്. ശരിക്കും ഇപ്പോ എനിക്ക് തോന്നുന്നു 2010 ഒക്ടോബറിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷന് ശേഷം 2010 ഒക്ടോബറിന് ശേഷം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ആണ് ഈ ഓതറൈസ്ഡ് ഓഫീസർ. അതിനുശേഷം ആ ഒരു നോട്ടിഫിക്കേഷന് ശേഷം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഈ രീതിയിൽ ഇൻവെന്ററി തയ്യാറാക്കിയാൽ അദ്ദേഹം അതിന്റെ ഓതറൈസ്ഡ് ഓഫീസർ ആവില്ല. അതുകൊണ്ട് തന്നെ ഇൻവെന്ററി ഇൻവാലിഡ് ആവും, അതിന്റെ നിയമസാധുത ഇല്ലാതാവും. അപ്പൊ ആ രീതിയിൽ തന്നെ 10-15ഓളം കേസുകൾ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തതും റിപ്പോർട്ട് ചെയ്യാത്തതുമായിട്ടുള്ള ഒട്ടനേകം കേസുകൾ ഈ പ്രത്യേകിച്ച് സെക്ഷൻ 67B ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഈ നോട്ടിഫിക്കേഷന് ശേഷം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ് ഓതറൈസ്ഡ് ഓഫീസർ. അതിനു മുൻപ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ആയിരുന്നു ഓതറൈസ്ഡ് ഓഫീസർ. 67B സംബന്ധിച്ച് പറയാനുള്ളത്, പിന്നെ കാര്യമായിട്ട് വേറെ ഉള്ളത് ഈ ബാർ ഓഫ് ആക്ഷൻ സെക്ഷൻ 72. ഈ നോ ആക്ഷൻ ഷാൽ ലൈ അഗൈൻസ്റ്റ് ദ ഗവൺമെന്റ് ഓർ അഗൈൻസ്റ്റ് എനി അബ്കാരി ഓഫീസർ ഫോർ ഡാമേജസ് ഇൻ സിവിൽ കോർട്ട്. കോടതിയിൽ സിവിൽ കോടതിക്ക് മുമ്പാകെ ഒരു കേസ് ഇത്തരം നമ്മൾ ഈ മാലീഷ്യസ് പ്രോസിക്യൂഷനെ പോലെ തന്നെ സപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഈ ഒരു അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു ബാർ ഓഫ് ആക്ഷൻ ഉണ്ട്. 72 പ്രകാരം ഒരു ആക്ഷൻ ഉണ്ട്. നോ ആക്ഷൻ ഷാൽ ലൈ അഗൈൻസ്റ്റ് ദ ഗവൺമെന്റ് or against any Abkari officer for damages in civil court for any act bona fide done or ordered to be done in pursuance of this act or any law for the time being in force relating to Abkari revenue or all prosecutions of any Abkari officer and all actions which may be lawfully brought against the government or against any Abkari officer in respect of anything done or alleged to have been done in pursuance of this act shall be instituted within 6 months from the date of the ആക്ട് കംപ്ലൈന്റ് ഓഫ് ആൻഡ് നോട്ട് ആഫ്റ്റർവേർഡ്സ്. 6 മാസത്തിനകത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി ഉണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ കൊടുക്കണം എന്നാണ് അതും പറയുന്നത്. അത് ഈ ബോണഫൈഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കില്ല എന്നുള്ളതുമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇനി കുറച്ച് റൂളിങ്സ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഭാഗവുമായി ബന്ധപ്പെട്ട് പ്രാക്ടിക്കലി നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഒരു ഡിസ്കഷന് ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാം. അല്ലെങ്കിൽ കുറച്ച് റൂളിങ്സ് സൈറ്റ് ചെയ്യാനുണ്ട്. ആ റൂളിങ്സും കൂടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി ഡിസ്കഷൻ സെഷനിലേക്ക് പോവാം. ഈ കോൺഷ്യസ് പൊസിഷനുമായി ബന്ധപ്പെട്ട് ഈ സത്യൻ സാർ, ഞാൻ ഇതിൽ ഈ റൂളിംഗ് ഇത്തിരി സ്ലോ ആയിട്ട് പറയണോ? റിപ്പീറ്റ് ചെയ്ത് പറയാം. ഞാനടക്കം നോട്ട് ചെയ്യുന്നുണ്ട്. ആ സർ, ആ സർ, കുറച്ച് റൂളിങ്ങുകൾ ഉണ്ട്. ഒരു 10-20 കൂടുതൽ റൂളിങ്സ് ഉണ്ട്. ഒരു പക്ഷേ പ്രത്യേകമായിട്ട് ആവശ്യം വരുന്ന റൂളിങ്ങുകളാണ്. അത് സോർട്ട് ചെയ്തിട്ടില്ല, ഒരു സെക്ഷന്റെ ഓർഡറിൽ അനുസരിച്ചിട്ടല്ല, ഞാനിപ്പോ അല്ലാതെയാണ് വായിക്കുന്നത്. നോ പ്രോബ്ലം. ഒന്ന് റൂളിങ് 2016 KHC 343 2016 KHC
343. അല്ല ഇൻഡെക്സ് മാത്രമേ വായിക്കുന്നുള്ളൂ. സെക്ഷൻ 55 GUI ബന്ധപ്പെട്ടാണ് seizure of contraband. Once it is proved that contraband articles were seized from the house belonging to the accused and he alone was found in the house at the time of seizure, then unless the contrary is proved, it can only be presumed that the accused was in conscious possession of those articles. ഇത് ഡിഫൻസിന് പ്രതികൂലമായിട്ടുള്ള ഒരു റൂളിംഗ് ആണ്. പൊസഷനുമായി ബന്ധപ്പെട്ട കോൺഷ്യസ് പൊസഷനുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വീട്ടിൽ അയാൾ ഒറ്റയ്ക്കാണ് എന്നുണ്ടെങ്കിൽ അത് ഇൻഡെക്സ് മാത്രമാണ്. അതിന്റെ മറ്റ് മെറിറ്റിലേക്ക് അതിന്റെ ഫാക്സിലേക്ക് ഇൻഡെക്സിലൂടെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ എങ്കിലും ആ രീതിയിലാണ് അത് ഇൻഡെക്സിൽ പറഞ്ഞു കാണുന്നത്. പിന്നെ ഈ സീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 2016 3 KHC 789. 2016 3 KHC 789. Duty to ensure that chemical examiner examined sample of contraband allegedly seized from the accused. Seal affixed on the sample bottle is to be compared with sample of the seal provided to the chemical examiner. Merely comparing seal appearing on the packet in which sample bottle is placed with sample of that seal provided from the court will not ensure that the chemical examiner examined the sample of the contraband allegedly seized from the accused. In such case, certificate of chemical analysis is doubtful, entitling the accused the benefit of doubt. ഈ നമ്മൾ കൊടുക്കുന്ന സീലുകൾ തമ്മിൽ മിയർ കമ്പാരിസൺ മാത്രം പോരാ. അത് ഈ സീലുകളുടെ കമ്പാരിസണുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. നമ്മൾ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടിൽ ആദ്യം കൊടുക്കുന്ന ലൈനുകളിൽ ഒന്നാണ് the seals on the packet and on the bottle are seen tallied and അങ്ങനെ ഒരു പ്രയോഗം and are intact എന്ന് മറ്റേ കൊടുക്കാറുണ്ട്. അതിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. The seals on the packet and on the bottle were intact and found tallied with the sample seals provided. അപ്പൊ അത് സാധാരണ ഈ കെമിക്കൽ അനാലിസിസിൽ കൊടുക്കാറുണ്ട്. അപ്പൊ അത് ഈ ട്രയലുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതേ വായിക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ കോൺഷ്യസ് പൊസിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചായിരുന്നു ആ ഒരു സൈറ്റേഷൻ. അതിന് സിമിലർ ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉള്ള ഒരു സൈറ്റേഷൻ ആണ് 2015 5 KHC 895. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. 2015 5 KHC 895, പേജ് 895. 2015 5. Merely because the accused is the owner of the house, he is not liable to be convicted for the offense under section 55G of the Act. There has to be evidence to prove that accused was having domain over the contraband articles seized, so as to infer that he was in conscious possession. ഈ പറയുന്ന കോൺട്രാബൻഡിനോട് അല്ലെങ്കിൽ കോൺട്രാബൻഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിനോട് അവർക്ക് അദ്ദേഹത്തിന് ഒരു അധികാരം ഉള്ളതായിട്ട്, that accused was having domain over the contraband article seized,
so as to infer that he was in conscious possession. അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വീടിന്റെ ഉടമയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആവാം എന്നുള്ള നിലയ്ക്കുള്ള ഒരു വ്യാഖ്യാനം നമ്മൾ നേരത്തെ ആദ്യത്തെ സൈറ്റേഷനിൽ പറഞ്ഞു കാണുന്നുണ്ട്. ചാർജ് ഫ്രെയിം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില റൂളിങ്സ് ഉണ്ട്. ഈ കോൺഷ്യസ് പൊസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റൂളിംഗ് കൂടെ ഉണ്ട്. 2012 KHC 739 2012 KHC 739 അതിൽ പറയുന്നുണ്ട്, once the possession has been established, it is for the accused to prove that it was not a conscious possession. സെക്ഷൻ 64 ബന്ധപ്പെട്ടാണ്. നമ്മൾ നേരത്തെ സെക്ഷൻ 64 പറഞ്ഞു, പൊസഷൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൊസഷന് ഒരു കൃത്യമായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി, ആ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അക്യൂസ്ഡിന് ഓഫർ ചെയ്യാൻ സാധിച്ചിരിക്കണം എന്നുള്ളതാണ് സെക്ഷൻ 64 പറയുന്നത്. അങ്ങനെ ഒരു പ്രിസംഷൻ ഉണ്ട്. അങ്ങനെ അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് എന്നുള്ള നിലയ്ക്കാണ് സെക്ഷൻ 64 പറയുന്നത്. Once the possession has been established, it is for the accused to prove that it was not a conscious possession. അതാണ് കോൺഷ്യസ് പൊസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തൊരു റൂളിംഗ്. അതേപോലെ തന്നെ സെക്ഷൻ സൈറ്റേഷൻ 2013 വോളിയം 3 KHC 258 2013 വോളിയം 3 KHC 258 ഇതില് 58 ബന്ധപ്പെട്ടാണ്. 1.5 liters of Iraq seized from the house of accused. Contention that there is no conscious possession. When seizure was effected from the house of the accused, especially when he was present, he has a duty to explain as to how it happened to be inside his house, which he could have done at least when he was examined under section 313 CRPC. അപ്പോ പലപ്പോഴും സെക്ഷൻ 313 സമയത്ത് പലരും ഒരു എന്താ പറയാ ഒരു സൈലന്റ് ആയിട്ടാണ് ഇരിക്കാറുള്ളത്. അക്യൂസ്ഡ് പലപ്പോഴും ഒന്നും പറയാറില്ല. കുറ്റം ചെയ്തിട്ടുണ്ടോ കുറ്റം ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ്. പക്ഷെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട സാഹചര്യം വരുന്ന സമയത്ത് അവർക്ക് പറയാനുള്ളത് പറയാം. ആ ഒരു കാര്യം ഇതിനകത്ത് പറയുന്നത്, that he has a duty to explain as to how it happened to be inside his house, which he could have done at least when he was examined under section 313. ഈ കേസിന് ജൂറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ട റൂളിങ്സ് ഉണ്ട്. അത് 2018 KHC 3164 2018 KHC 3164. As per the instruction of the circle inspector, a police officer conducted the investigation, but there will not be any powers of Abkari officer vested on an officer of another police station
Thus, in this case, investigation was conducted not by an Abkari officer who was having powers under section 40 to 53 of the Abkari Act. Conviction against the appellant will not lie. അപ്പോൾ ഈ ഒരാളെ അതായത് നമ്മൾ സെക്ഷൻ 3 ഈ അബ്കാരി ഓഫീസറിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അബ്കാരി ഓഫീസറിന്റെ ഡെഫിനിഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡെഫിനിഷനിൽ മാത്രമല്ല, ഈ നോട്ടിഫിക്കേഷനുകളിൽ ആ അബ്കാരി ഓഫീസറിന്റെ പരിധിയും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതൊന്ന് നോക്കട്ടെ. നോട്ടിഫിക്കേഷൻ ഏതായാലും ഞാനതൊന്നും ഇതിൽ നോട്ടിഫിക്കേഷൻ എടുക്കാൻ കിട്ടുന്നില്ല. ഏതായാലും അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരുപക്ഷെ പാലക്കാട് സർക്കിളിനകത്ത് പെടുന്ന ഒരാൾക്ക് ആലത്തൂർ സർക്കിളിൽ പോയിട്ട് അന്വേഷണം നടത്താനോ ഡിറ്റക്ഷൻ നടത്താനോ സാധിക്കില്ല. കാരണം അവർ അബ്കാരി ഓഫീസറിന്റെ ഡെഫിനേഷനിൽ പെടില്ല. അബ്കാരി ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അബ്കാരി ഓഫീസർ. അപ്പൊ ആ ഒരു ഡെഫിനിഷന്റെ പരിധിക്ക് പുറത്തു പോകുന്നത് കൊണ്ട് അവർ അബ്കാരി ഓഫീസേഴ്സ് അല്ലാതെയും ആവുകയും അവരുടെ അന്വേഷണ റിപ്പോർട്ട് നോണസ്റ്റ് ആവുകയും ചെയ്യുകയാണ് ഉണ്ടാവുക. അപ്പോ അതിന്റെ ഒരു റൂളിംഗ് ആണിത്. അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള വേറൊരു റൂളിംഗ് വായിക്കാം. അത് 2017 2 KHC 891. അതില് offense committed prior to 2009, detection of offense and crime registered by excise inspector of Kodamangalam excise range, investigation done by the circle inspector of another excise circle, whether any irregularity. An Abkari officer of another excise range or circle cannot conduct investigation or submit final report. Offense occurred prior to notification SRO 361/2009 dated 8/5/2009. In view of the serious irregularity, accused cannot be convicted criminal trial. അപ്പോ ഈ റൂളിംഗ് അത് കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യും. കാരണം ഈ SRO 361/2009 ശേഷമാണ് അത് പറയുന്നത്. അതിന് പിന്നീടാണെങ്കിൽ പോലും ഈ പ്രൊപ്പോസിഷനിൽ മാറ്റമില്ല. ജൂറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. സിമിലർ ആണ് ഇതും. Citation 2018 KHC 765. അതിലും പറയുന്നുണ്ട്, there is no provision either in the Abkari Act bracket or notification issued under the Act conferring jurisdiction to investigate into Abkari officers outside the jurisdictional limit of the said officer. Appointment of police officers as per notification as Abkari officers is only to exercise the powers within their respective jurisdiction. Jurisdiction referred to in the notification is territorial jurisdiction. അപ്പോ ഈ പലപ്പോഴും ട്രയൽ നടക്കുന്ന സമയത്ത് ഈ SP എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, SP ഒരു റൂളിംഗ് ഉണ്ടായിരുന്നു നേരത്തെ. റൂളിംഗ് അല്ല, സ്റ്റാറ്റ്യൂട്ട് ആണ്. എത്രയും പെട്ടെന്ന് ചാർജ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നിയമം. അപ്പൊ ചാർജ് പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരികയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് ഖാദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതുപോലെ തന്നെ നൌഷാദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള മുതലായിട്ടുള്ള ചില കേസ് ലോസ് ഉണ്ടായിരുന്നു. അതിലൊക്കെ
ഡിറ്റക്ഷൻ ഓഫീസർ തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആവുന്ന സാഹചര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതൊരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ അല്ല, അതൊരു ഫെയർ ട്രയല്, അത്തരം ഫെയർ ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതെ ഫെയർ ട്രയല് സാധ്യമാവില്ല എന്നുള്ള നിലയ്ക്ക് ഒരു 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 ഒബ്സർവേഷൻ ഉള്ളതിന്റെ അടിസ്ഥാനത്തില് പലപ്പോഴും ഈ അതാത് ഡിറ്റക്ഷനും ഇൻവെസ്റ്റിഗേഷനും ഒരാൾ തന്നെ എടുക്കുന്ന സാഹചര്യം മാറി. അപ്പോ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ കുറച്ചുകൂടെ സുഗമമാക്കാൻ വേണ്ടിയിട്ട് വേറെ പരിധിയിലുള്ള ജൂറിസ്ഡിക്ഷനിലുള്ള ആൾക്കാരെ ഇൻവെസ്റ്റിഗേഷന്റെ ചുമതല ഏൽപ്പിച്ചു. കാരണം ഈ ഡിറ്റക്ഷനും ഇൻവെസ്റ്റിഗേഷനും ഒരാൾ തന്നെ ചെയ്യുന്ന കാര്യത്തെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിധി മാറി, ജൂറിസ്ഡിക്ഷൻ മാറി ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അതിന് ജൂറിസ്ഡിക്ഷൻ മാറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന്റെ സാഹചര്യം വരുമ്പോൾ ഒരുപാട് കേസുകൾ ആ കാരണം കൊണ്ട് തന്നെ ഇല്ലാതായി പോകുന്നു. അതിന്റെ ഒരു ജൂറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത കേസിലാണ് ഇപ്പോൾ വായിച്ചത്. അടുത്ത citation 2018 KHC 793. Accused found in possession of 20 liters of arak. Circle inspector who is the detecting officer himself verifying investigation. Circle inspector who is the detecting officer himself verifying investigation. Investigation conducted by sub-inspector of police and filing charge sheet before the trial court held not proper. Investigation ought to have been conducted by a superior officer. So 2018 5 KHC 2018 5 KHC 463. Accused found carrying a plastic can containing 4.5 liters of arak. Detecting officer conducting entire investigation and filing charge sheet held not proper. ഇതിലും അങ്ങനെയാണ്. ഡിറ്റക്ഷൻ ഓഫീസർ കണ്ടക്ടിങ് ദ എൻറ്റയർ ഇൻവെസ്റ്റിഗേഷൻ. പിടിച്ച ആള് തന്നെ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. ഒരാള് അപ്പോ ഈ ഒരു പ്രിജുഡിസ് ഉണ്ടാവാനുള്ള സാഹചര്യമാണ് ഈ നൗഷാദ് വേഴ്സസ് സ്റ്റേറ്റിൽ പറയുന്നത്. നൗഷാദ് വേഴ്സസ് സ്റ്റേറ്റ് ആണോ ഖാദർ വേഴ്സസ് സ്റ്റേറ്റിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഈ രണ്ടും പരസ്പരം ഈ ഡിറ്റക്ഷനും ഇൻവെസ്റ്റിഗേഷനും രണ്ടും ഒരാളാവുന്ന കാര്യത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ള വിധിന്യായങ്ങളാണ്. അപ്പോ ഒരാള് തന്നെ കണ്ടെത്തുക, ഒരാൾ കുറ്റം ചെയ്തിട്ടുള്ള കണ്ടെത്തുക, അയാളെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. അപ്പൊ അതിനകത്തൊരു ഫെയർ ട്രയൽ ഉണ്ടാവുന്നില്ല. ആക്ച്വലി ഒരു ഒഫീഷ്യൽ ബയസിന്റെ സ്കോപ്പ് സാഹചര്യം കൂടുതലാണ്. ഒരാളോട് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പോലീസുകാരൻ ഒരാളോട് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ അയാൾ ഒരു കള്ളത്തരത്തിലൊരു കേസ് ചമച്ച് ഒരു ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പൊ ഒരു തറോ ചെക്കിങ്ങിന്റെ ഒരു മറ്റൊരു ഇന്റർഫിയറൻസ് വരുന്നില്ലാത്ത സാഹചര്യം വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഫെയർ അല്ല എന്നുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രിജുഡിസ്റ്റ് വ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഒരു പാറ്റേൺ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ കോടതി സസ്പീഷനോടെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു റൂളിംഗ് ആണ് ഡിറ്റക്ഷൻ ഓഫീസർ കണ്ടക്ടിങ് എൻറ്റയർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫയലിംഗ് ചാർജ് ഷീറ്റ് ഹെൽഡ് നോട്ട് പ്രോപ്പർ. ഫെയർ ഇൻവെസ്റ്റിഗേഷൻ which is the very foundation of fair trial postulates that informant and the investigator must not be the same person. There cannot be a fair investigation when informant and investigator are the same person. In the absence of fair investigation, there can be no fair trial also. Hence, accused entitled for acquittal. So, ഈ റൂളിങ്ങിനെക്കാട്ടിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂളിംഗ് വേറെ വന്നിട്ടുണ്ട്. അതിന്റെ സൈറ്റേഷൻ അറിയില്ല. സുപ്രീം കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഫോർവേഡിംഗ് നോട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ്. സൈറ്റേഷൻ 2018 KHC 2018 വോളിയം 5 KHC 352. Seal on bottle was found intact and tallied with samples provided. However, no sample seen affixed on the space provided in the copy of the forwarding note.
held absence of seal in the space provided in the copy of the forwarding note is a sufficient reason for presuming that sample seal is not provided in the original forwarding note. നമ്മൾ കൊടുക്കുന്ന ഈ ഫോർവേഡിംഗ് നോട്ടില് ഈ ഫോർവേഡിംഗ് നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സാമ്പിൾസ് കെമിക്കൽ അനാലിസിസ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്യണം. മജിസ്ട്രേറ്റ് മുഖേന അത് ഫോർവേഡ് ചെയ്യണം ഈ സാധനം. ആ തയ്യാറാക്കുന്ന നോട്ടിന് ആ ഒരു ലെറ്ററിൽ അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റില് ഈ സീല് വെക്കുന്നതിന് വേണ്ടുന്ന ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിൽ സീൽ ഇല്ല എന്നുള്ളതുണ്ട്. അതായത് കോപ്പിയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുക, ബാക്കി ഒറിജിനൽ നമ്മൾ അയക്കും, ഈ ലാബിലേക്ക് അയക്കും. ആ കോപ്പിയില് സീല് കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇത് ഒറിജിനലില് സീൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു. Absence of seal in the space provided in the copy of the forwarding note is a sufficient reason for presuming that sample seal is not provided in the original forwarding note. അങ്ങനെ ഒറിജിനൽ ഫോർവേഡിംഗ് നോട്ടില് ഈ സീൽ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് എങ്ങനെയാണ് ടാലി ചെയ്യുക? ഈ സീലുകൾ എങ്ങനെയാ ടാലി ചെയ്യുക കെമിക്കൽ ലാബില്? അപ്പൊ കെമിക്കൽ ലാബിൽ നിന്ന് അങ്ങനെ വന്നിട്ടുള്ള സീൽ ഓൺ ദ ബോട്ടിൽ ആർ ഫൗണ്ട് ഇൻടാക്ട് ആൻഡ് ടാലിഡ് വിത്ത് ദ സാമ്പിൾസ് പ്രൊവൈഡഡ് എന്ന് പറയുന്ന അത് ശരിയല്ല എന്നുള്ളതാണ് കോടതി പറയുന്നത്. ഫോർവേഡിംഗ് നോട്ടില് ഈ സീലിന്റെ ഇമ്പോർട്ടൻസിനെ വിളിച്ചോതുന്ന ഒരു റൂളിംഗ് ആണത്. സൈറ്റേഷൻ 2016 KHC പേജ് 96. ഇത് ഫോർവേഡിംഗ് നോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. No specimen seal impression of seal used for sealing the article produced in court. Forwarding note not marked and produced. In such case, it cannot be said that the prosecution has proved beyond reasonable doubt that the articles were produced in court in same condition in which it was seized and it reached the chemical examiner's lab in a tamper-proof condition. And the chemical analysis report relates to the representative sample said to have been taken from the large quantity of contraband articles alleged to have been seized from the possession of the accused entitled to benefit of doubt and conviction not proper. ഈ കേസിൽ പ്രോസിക്യൂഷൻ ഫോർവേഡിംഗ് നോട്ട് തന്നെ കൊടുത്തിട്ടില്ല. നേരത്തെ ഫോർവേഡിംഗ് നോട്ട് കൊടുക്കുകയല്ല, കൊടുത്തിട്ടുള്ള ഫോർവേഡിംഗ് നോട്ടില് സീലില്ല എന്നുള്ള അപാകതയാണ്. ഇതിനകത്ത് ഫോർവേഡിംഗ് നോട്ട് പോലും ഇല്ല. ഫോർവേഡിംഗ് നോട്ട് ഇതും ഫോർവേഡിംഗ് നോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ്. 2018 KHC 3165. 2018 KHC 3165. ഇതില് forwarding note, there should be the name of the guard, and if the name of the guard is not mentioned therein, the Tondi clerk of the court or the guard who had taken the sample to the analyst should have been examined. ഈ ഒരു പ്രൊപ്പോസിഷൻ ഫോർവേഡിംഗ് നോട്ടില് നമ്മൾ നേരത്തെ പറഞ്ഞു സീലിന്റെ സ്പേസ് ഉണ്ടായി. ആ സീലിന്റെ സ്പേസിൽ അത് സീല് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ ഫോർവേഡിംഗ് നോട്ടില് ഈ ഗാർഡിന്റെ പേര് എഴുതിയിട്ടില്ല. അങ്ങനെ ഗാർഡിന്റെ പേര് എഴുതേണ്ട കോളത്തിൽ ഗാർഡിന്റെ പേര് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ തൊണ്ടി ക്ലർക്കിനെ എക്സാമിൻ ചെയ്യണം എന്നുള്ളതാണ് ഈ 2018 KHC പറയുന്നത്. അങ്ങനെ തൊണ്ടി ക്ലർക്കിനെ എക്സാമിൻ ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ള സാക്ഷികളെ തന്നെ വിസ്തരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കോടതികളിൽ ഉണ്ടാവാറുള്ളത്. അപ്പൊ പിന്നെ തൊണ്ടി ക്ലർക്കിനെ പുതിയ പെറ്റീഷനും കൊടുത്ത് വിസ്തരിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാവില്ല. അപ്പോ അക്യൂസ്ഡിന് എളുപ്പമാവുന്ന ഒരു റൂളിംഗ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ സേഫ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂളിങ്സ് ആണ്. അതായത് സൈറ്റേഷൻ പറയാം. 2017 1 KHC പേജ് 120. 2017 1 KHC പേജ് 120. ഇതില് need to ensure safe custody of. It is the burden of the prosecution to establish that properties including samples were in safe custody till it was produced in court. Merely because seals were not broken cannot mean that there was no tampering with the samples accused entitled to benefit of doubt. അപ്പോ നമ്മൾ ഹാജരാക്കുന്ന ഈ നമ്മളുടെ പ്രോപ്പർട്ടി, കോടതിയിൽ ഹാജരാക്കുന്ന പ്രോപ്പർട്ടി ഒക്കെ സീൽ ചെയ്തിട്ടായിരിക്കും. അത് സീൽ ചെയ്തതാവട്ടെ,
ഇപ്പൊ നമ്മള് സാമ്പിൾസ് നമ്മൾ കെമിക്കൽ ലാബിലേക്ക് അയക്കുന്നുണ്ടാവും. ആ കെമിക്കൽ ലാബിലേക്ക് പോകുന്നതും സീൽ ചെയ്തതാവട്ടെ, അതിൽ ടാമ്പർ പ്രൂഫ് കണ്ടീഷനിലാണ് അത് പോയിട്ടുള്ളത് എന്ന് അനുമാനിക്കട്ടെ. പക്ഷെ എങ്കിൽ പോലും ഈ പറയുന്ന സാധനങ്ങൾ, ഈ പറയുന്ന കോൺട്രാബാൻഡ് അല്ലെങ്കിൽ ഈ പറയുന്ന സാമ്പിൾസ്, ഇതൊന്നും കറക്റ്റ് ആയിട്ട് ഒരു സേഫ് കസ്റ്റഡിയിലല്ല, അല്ലെങ്കിൽ സേഫ് കസ്റ്റഡിയിലായിരുന്നു അവിടെ എത്തുന്നത് വരേക്കും ഉണ്ടായിരുന്നത് എന്ന് പ്രോസിക്യൂഷന് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ കയ്യിൽ നിന്ന് കേസ് പോകും. അപ്പൊ ഈ സേഫ് കസ്റ്റഡി ആയിട്ടാണ് ഈ സംഗതികൾ ഉണ്ടായിരുന്നത് എന്ന് പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഏത് തന്നെ വിട്ടാലും ചിലപ്പോ ഈ സേഫ് കസ്റ്റഡി ഒന്നും പ്രൂവ് ചെയ്യാൻ സാധ്യമാവില്ല. അപ്പോ അതിന് സേഫ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു കേസാണ് 2017 1 KHC പേജ് 120. പിന്നെ പണ്ട് മുതലേ നമ്മൾ ഈ ഡിലേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഇതിനകത്ത് പ്രോപ്പർട്ടി ലിസ്റ്റ് സൈറ്റേഷൻ പറയാം. സൈറ്റേഷൻ 2018 KHC 317. റെലവെന്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ വായിക്കുന്നുള്ളൂ. സത്യൻ സാർ, നമ്മൾ ലേറ്റ് ആയോ? ഇല്ല സാർ, ഇല്ല. ഓക്കെ, ഇല്ല, പ്രശ്നമില്ല. സാറിന്റെ സൗകര്യം തന്നെ, ഇല്ല, നമുക്കൊരു കുറച്ച് റൂളിങ്ങുകളും കൂടെ ഉണ്ട്, അതോടെ നമുക്ക് തീർക്കാം. അതെ. PW4 ഇതില് ഈ റൂളിംഗ് ഒന്നും കൂടെ വായിക്കാം. ഐ മീൻ സൈറ്റേഷൻ 2018 KHC 3177. PW4 has no explanation for the delay of 3 days in producing the properties in court. In such a situation, the possibility of tampering with the properties cannot be ruled out. Exhibit P4, copy of the forwarding note, does not contain the specimen of the seal affixed on the sample. There is no dear evidence to identify the person who ran off and escaped. There is nothing to connect the accused with the property involved in the case. Appellant is found not guilty of the offense under 8(2) of the Act. അപ്പോ ഇതിനകത്ത് മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും വെറും 3 ദിവസത്തെ ഡിലേ ഫാറ്റൽ ആയിട്ടാണ് പറയുന്നത്. പ്രോപ്പർട്ടി ലിസ്റ്റ് ഡിലേ ഇൻ പ്രൊഡ്യൂസിംഗ് ദ പ്രോപ്പർട്ടീസ് ഇൻ കോർട്ട്. കോടതിയിൽ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് എത്തിക്കുന്നതിന് വേണ്ടുന്ന ഡിലേ ആണ്. പലപ്പോഴും കോടതികളിൽ പ്രോപ്പർട്ടീസ് ചിലപ്പോൾ ഇന്ന് പിടിച്ച ഒരു കേസിന് സാധനങ്ങൾ, ഡോക്യുമെന്റ്സും അല്ലെങ്കിൽ ഇന്ന് പിടിച്ച കോൺട്രാബൻസും പ്രോപ്പർട്ടി ലിസ്റ്റ് സഹിതം ഒരുപക്ഷെ ഇന്ന് കോടതിയിൽ എത്തിക്കാം. പക്ഷെ എത്തിച്ചാലും സാധാരണ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ബെഞ്ച് ക്ലർക്കുമാർക്ക് ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അന്നത്തെ ദിവസം അവർക്ക് അത് നമ്പർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവർ അടുത്ത ദിവസത്തേക്ക് പണി മാറ്റിവെക്കും. അപ്പോ ആ ഇതുകൊണ്ട് അതിനകത്ത് എൻട്രി വരുന്ന സമയത്ത് 2 ദിവസം അപ്പുറമായിരിക്കും. അപ്പൊ അത്തരം സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും പ്രോസിക്യൂഷൻ ഉത്തരം പറയേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. (2016) 5 KHC 632. 2016 5 KHC 632. അത് forwarding of sample, space meant for writing the name of excise guard അല്ലെങ്കിൽ പ്രിവെന്റീവ് ഓഫീസർ വിത്ത് ഹൂം സാമ്പിൾ വാസ് സെൻഡ് റിമൈനിങ് വേക്കന്റ് ഇൻ ദ കോപ്പി ഓഫ് ഫോർവേഡിംഗ് നോട്ട്. നമ്മൾ നേരത്തെ ഈ സിമിലർ ആയിട്ടുള്ള ഒരു റൂളിംഗ് നമ്മൾ നോക്കിയതാണ്. ഫോർവേഡിംഗ് നോട്ടിൽ എക്സൈസ് ഗാർഡിന്റെ പേര് എഴുതിയിട്ടില്ലെങ്കിൽ, സ്പേസ് മെന്റ് ഫോർ റൈറ്റിംഗ് ദ നെയിം ഓഫ് എക്സൈസ് ഗാർഡ് അത് വേക്കന്റ് ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ തൊണ്ടി ക്ലർക്ക് ഓഫ് ദ കോർട്ട് ഓർ എക്സൈസ് ഗാർഡ് കൺസേൺ to prove the tamper proof dispatch of the sample to the laboratory. നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഡേയ്സിലെ ഡിലേ എങ്ങനെ ഫാറ്റൽ ആവുന്നത്? അങ്ങനെ വെറുതെ ഡിലേ ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല. അങ്ങനെ ഡിലേ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ടാമ്പർ പ്രൂഫ് കണ്ടീഷനിലല്ല ഈ കോൺട്രാബൻഡ് കോടതിയിൽ എത്തിച്ചിട്ടുള്ളത് എന്ന് ഒരു സംശയത്തെ സാധൂകരിക്കുന്ന ഡിലേ ആണ്. അങ്ങനെയാണ്, അല്ലാണ്ട് വെറുതെ ഡിലേ അല്ല. ആ ഡിലേ പ്രോസിക്യൂഷന് ഫാറ്റൽ ആവുന്നത് അത് ടാമ്പർ പ്രൂഫ് കണ്ടീഷനിലല്ല അവിടെ എത്തിയിട്ടുള്ളത് എന്ന് വരുത്താൻ ശ്രമിക്കുമ്പോഴാണ് അത് ഡിലേ ഫാറ്റൽ ആവുന്നത്. അതേപോലെ തന്നെ ഈ കേസും ഫോർവേഡിംഗ് നോട്ടിൽ തൊണ്ടി ക്ലർക്കിനെ വിസ്തരിക്കണം എന്ന് പറയുന്നതും, അതുപോലെ തന്നെ സ്പേസ് മെന്റ് ഫോർ എൻറ്ററിംഗ് ദ നെയിം ഓഫ് ദ എക്സൈസ് ഗാർഡ് അവിടെ വേക്കന്റ് ആയിട്ടുള്ളതൊക്കെ ആ രീതിയിൽ ഡൗട്ട്ഫുൾ ആയിട്ടാണ് കോടതി കണക്ക് കൂട്ടുന്നത്. പിന്നെ മുൻപുണ്ടായിരുന്ന ഒരു പ്രൊപ്പോസിഷൻ ആയിരുന്നു 2 സാമ്പിള്. അത് ഇപ്പൊ ഇല്ല. അത്
ഇനി ആവശ്യം ഉണ്ടാവില്ല. അതായത് അതിന്റെ റെലവെന്റ് ആയിട്ടുള്ള പോർഷൻ മാത്രം പറയാം. There is no provision in the statute taking of two samples where there is only one sample collected and it is lost or unfit for analysis. Then the accused stand at gain. Observation in Gopalan versus Kerala was a mistake. അതായത് റൂളിംഗ് എന്ന് പറയാം. Citation 2017 5 KHC 107. 2017 5 KHC 107. എബ്രഹാം മാത്യു സാറിന്റെ ഒരു റൂളിംഗ് ആണ്. അതില് ഈ ചില ഒഫൻസുകളിൽ എനിക്ക് തോന്നുന്നു ഈ ഫുഡ് അഡൾട്രേഷൻ കേസുകളിലാണെന്ന് തോന്നുന്നു ഈ സാമ്പിൾസ് ഒന്നിൽ കൂടുതൽ എടുക്കും. അപ്പോ ഏതെങ്കിലും സാമ്പിൾ കൃത്യമായിട്ട് റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ അടുത്ത സാമ്പിൾ ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കാം. പക്ഷെ ഇവിടെയും ഈ അബ്കാരി മാനുവലിലും അങ്ങനെ 2 സാമ്പിൾ എടുക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു മാൻഡേറ്ററി ആണ് എന്നുള്ള നിലയ്ക്ക്, 2 സാമ്പിൾസ് നിർബന്ധമാണ് എന്നുള്ള നിലയ്ക്ക് ഒരു തീരുമാനം കോടതി പറയുകയുണ്ടായി. 2 സാമ്പിൾസ് എടുത്തിട്ടില്ലേ കേസ് പോയി എന്നുള്ളൊരു പ്രൊപ്പോസിഷനിലേക്ക് വന്നു. അങ്ങനെ 2 സാമ്പിളിന്റെ ആവശ്യമുണ്ടോ? ഈ രണ്ടാമത്തെ സാമ്പിള് ആരാണ് ഈ സാമ്പിൾസ് ഈ മറ്റേ കെമിക്കലിലേക്ക് അയക്കുന്നത്? അത് പ്രോസിക്യൂഷനാണ് അയക്കുന്നത്, അല്ലെങ്കിൽ ഒഫീഷ്യൽസ് ആണ് അയക്കുന്നത്. എന്തിനാണ് അയക്കുന്നത്? അതിനകത്ത് ഇന്ന കണ്ടന്റ്സ് ഉണ്ട്, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയക്കുന്നത്. അപ്പോ അങ്ങനെ അയക്കുന്നതിന് അങ്ങനെ 2 സാമ്പിൾസ് എന്തിനാണ്? അതായത് ഒരു പ്രൊപ്പോസിഷൻ ഒരു ചോദ്യം ഉണ്ടായി. അതായത് അക്യൂസ്ഡും സാമ്പിൾ അയച്ചാൽ അത് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് അക്യൂസ്ഡിന് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന്. അതിന്റെ ആവശ്യമില്ല. കാരണം പ്രോസിക്യൂഷനാണ് കേസ് തെളിയിക്കുന്നത്. പ്രോസിക്യൂഷൻ കൊണ്ട് ഹാജരാക്കുന്ന ഈ മറ്റേ ഫോർവേഡ് ചെയ്യുന്ന ഈ സാധനം അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ പിന്നെ ഇനി അതല്ല ഇനി ഇങ്ങനെയല്ലേ എന്നുള്ളത് പറഞ്ഞിട്ട് അക്യൂസ്ഡ് അത് തെളിയിക്കേണ്ട കാര്യമില്ല. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു സെന്റൻസ് വായിക്കാം. The accused stands at gain എന്നാണ് പറയുന്നത്. There is no provision in the statute taking of 2 samples where there is only one sample collected and it is lost or unfit for analysis. And if it is lost or unfit for analysis, then the accused stands at gain. കാരണം പ്രോസിക്യൂഷൻ ഇപ്പോൾ സാമ്പിൾ എടുത്തിട്ടുള്ള സാമ്പിൾ നഷ്ടപ്പെട്ടു പോവുകയോ അത് അൺഫിറ്റ് ഫോർ അനാലിസിസോ ആണെന്നുണ്ടെങ്കിൽ the accused is at gain. കാരണം അത് അക്യൂസിനെതിരെ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ പിന്നെ 2 സാമ്പിൾ വേണമെന്ന് നിർബന്ധം പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ 2 സാമ്പിൾസിന്റെ ഒരു ഇത് വരുന്നത്. പിന്നെ മാത്രമല്ല, ഈ 2 സാമ്പിൾസ് എന്ന് പറയുന്നത് ഒരു മാനുവലിലെ ഒരു മാൻഡേറ്റ് ആയിട്ടല്ല പറയുന്നത്. മാനുവലിൽ പറയുന്നുണ്ട് ഇങ്ങനെ 2 സാമ്പിൾ എടുക്കണമെന്ന്. അതിന് മാനുവൽ നിയമമല്ല, മാനുവൽ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾസ് മാത്രമാണ്. മാനുവല് ഇനി ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾസ് മാത്രമാണ് മാനുവൽ എന്നുള്ളത് കൊണ്ട്, അത് നിയമമല്ല എന്നുള്ളത് കൊണ്ട് അത് 100% ഫോളോ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ 64 ബന്ധപ്പെട്ട് ന്റെ സിമിലർ നമ്മൾ നോക്കിയായിരുന്നു. പ്രിസംപ്ഷനുമായി ബന്ധപ്പെട്ട് സിമിലർ ആണ്. ഈ സെർച്ച് ആൻഡ് സീഷറുമായി ബന്ധപ്പെട്ട 30, 31, 36 ഒക്കെ ആയി ബന്ധപ്പെട്ടാണ്, ഈ സെർച്ചും സീഷറുമായി ബന്ധപ്പെട്ടാണ് നോക്കുന്നത്. അതായത് സെർച്ച് ആൻഡ് സീഷർ, no necessity as per section 31. There is no real requirement that search warrant has to be obtained. Section 30 only says that the magistrate and the excise commissioner may issue search warrant. Provision is only directory and not mandatory. അതായത് നമ്മൾ ഈ വീടുകൾ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് സൈറ്റേഷൻ പറയാം. 2016 KHC 175. 2016 KHC 175. നമ്മൾ സെക്ഷൻ 30, 31 ഭാഗങ്ങളിൽ പഠിച്ചു. അതായത് നമ്മൾ നോക്കി, അതായത് സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട് കമ്മീഷണറും മജിസ്ട്രേറ്റും സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്യും, അത് ഡിസ്ക്രിഷണറി ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു സംഗതി ചെയ്തിട്ടില്ലെങ്കിലോ, അങ്ങനെ അതൊന്നും ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിലോ, അങ്ങനെ പോയിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ അതെന്തെങ്കിലും പ്രയാസമുണ്ടോ? അതാണ് ഇതിൽ പറയുന്നത്. പ്രൊവിഷൻ ഈസ് ഓൺലി ഡയറക്ടറി ആൻഡ് നോട്ട് മാൻഡേറ്ററി. അതൊരു
ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല. സെർച്ചും സീഷറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റൂളിംഗ് ആണ്. അതുപോലെ തന്നെ ഡിഫൻസിന് ഗുണകരമായിട്ടുള്ള സെർച്ച് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റൂളിംഗ് ആണിത്. Citation 2018 2 KHC 814. Repeat ചെയ്യാം, 2018 2 KHC 814. അതിൽ പറയുന്നത് error in description of quantity of sample in search list is liable to create a doubt about the quantity of samples taken from the spot and the quantity of samples forwarded to the court. സെർച്ച് ലിസ്റ്റിലെ ക്വാണ്ടിറ്റിയിൽ ഒരു പെശകുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് അതായത് ഡിഫൻസിന് ഗുണകരമാണ്. ബോട്ടിലിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സൈറ്റേഷൻ 2018 3 KHC 650. അത് ഒന്നുമല്ല, സെക്ഷൻ മാത്രമാണ്. സെക്ഷൻ ആ ബോട്ടിലിംഗ് സെക്ഷൻ 55H ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഡയറക്റ്റ് വേറെ ഒന്നുമില്ല. അതായത് സെക്ഷൻ 55H is attracted when one transfers liquor from a cask or vessel or similar receptacle for the purpose of sale. അത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് സെയിം ഒരു സെക്ഷൻ 53 ആയി ബന്ധപ്പെട്ടിട്ടുള്ള റൂളിങ്ങുകളാണ്. Citation 2019 KHC 3526. The inventory prepared by the authorized officer is not seen proved in this case. The law under section 53A of the Act is that if the authorized officer has prepared an inventory and got it certified by the magistrate having jurisdiction along with photograph, the inventory can be accepted in evidence without examining the person who prepared it. In cases where the properties are not produced in court, the inventory will form substantive evidence proving the seizure. In this case, there is an inventory prepared by the Assistant Excise Commissioner available in the case record, which was not proved in evidence. No value can be attached to Exhibit P9 report, which is only a copy of the report of the magistrate. The inventory നിർബന്ധമാണ്. നമ്മൾ സെക്ഷൻ 53A ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചു. കൂടുതലായിട്ട് ഈ ക്വാണ്ടിറ്റിയിൽ ഈ പറയുന്ന ലിക്കറോ മറ്റ് സ്പിരിറ്റോ മറ്റോ കോൺട്രാബൻസ് സൂക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും എന്ന് ഉള്ളത് കൊണ്ടും അതിന്റെ ഘടനയെ മാറ്റാൻ കഴിയുന്നതൊക്കെ കൊണ്ട് അതൊരു 53A എന്ന് പറയുന്ന ഒരു വകുപ്പ് കൊണ്ടുവന്ന് ഒരു ഓതറൈസ്ഡ് ഓഫീസർ അത് നോക്കി ഒരു ഇൻവെന്ററി തയ്യാറാക്കി ആ തയ്യാറാക്കിയിട്ടുള്ള ഇൻവെന്ററി മജിസ്ട്രേറ്റിനെ കൊണ്ട് സർട്ടിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് സെക്ഷൻ 53A ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ എൻറ്റയർ ക്വാണ്ടിറ്റി നമുക്ക് ഡിസ്പോസ് ചെയ്യാം. എല്ലാം കോടതിയിലേക്ക് കൊണ്ടുവരണമെന്നില്ല. 2 ലോഡ് കണക്കിന് സ്പിരിറ്റ് ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഈ 53A ആണ് എളുപ്പം. അപ്പൊ ആ ഒരു കടലാസ് മാത്രമായിട്ട് ഈ പറഞ്ഞ 3 ലോഡ് ക്വാണ്ടിറ്റി ഒരു കടലാസ് കഷ്ണം മാത്രമായി തീരുകയാണ്. അപ്പൊ അങ്ങനെ ഈ കേസിൽ ആ ഒരു അപ്പൊ 53യുടെ ആ ഇൻവെന്ററിയുടെ വാല്യൂവിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. കാരണം അതൊരു സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ആണെന്ന് പറയുന്നുണ്ട്. അത് തയ്യാറാക്കിയിട്ടുള്ള ഓതറൈസ്ഡ് ഓഫീസറിനെ വിസ്തരിക്കേണ്ട കാര്യവുമില്ല. കാരണം ഒരു ഈ നമ്മളുടെ കെമിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് ഹാജരാക്കുന്നത് പോലെ ആരെയും നോക്കാതെ തന്നെ ഇത് നമുക്ക് ഇത് കാരണം പ്രൈമറി എവിഡൻസ് ആയിട്ട് കണക്കൂട്ടണമെന്നാണ്. അപ്പൊ അങ്ങനെ ഇത് കോടതിയിൽ മാർക്ക് ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ അഭാവത്തില് ആ കേസ് മുഴുവൻ പോകുന്നു. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ലെങ്കിൽ അങ്ങനെ ഇൻവെന്ററി മാർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. മജിസ്ട്രേറ്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫൈ ചെയ്തുകൊണ്ട് മാത്രം കഴിയില്ല, അത് ഇൻവെന്ററി നിർബന്ധമാണ് എന്നാണ് അത് പറയുന്നത്. പേജ് നമ്പർ ഒന്ന് പറയാം സാർ. സാർ പേജ് നമ്പർ ഒന്ന് പറയാം സാർ. പേജ് നമ്പർ ഓക്കെ. പേജ് നമ്പർ 2019 3526. ഓക്കെ, താങ്ക് യു.
ഒരു സിമിലർ കേസ് 2016 5 KHC 650, 2016 5 KHC 650. അത് 53A സംബന്ധിച്ചിട്ടാണ്. അതിൽ പറയുന്നുണ്ട്, when inventory report is prepared by sub-inspector of police who is not an authorized officer under Abkari Act, the said report cannot be acted upon. അപ്പൊ ഈ ഇൻവെന്ററി തയ്യാറാക്കുന്നത് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. 67B പ്രകാരം ഓതറൈസ്ഡ് ഓഫീസർ ആണ് ഈ ഇൻവെന്ററി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. പക്ഷെ പലപ്പോഴും ഈ ഇൻവെന്ററി റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ഈ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് തിരക്കായിരിക്കും. അപ്പൊ സാധാരണ ഈ ഒഫീഷ്യൽസ്, ഡിറ്റക്ഷൻ ഓഫീസർ തന്നെ ഈ ഇൻവെന്ററി തയ്യാറാക്കിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുക. ഞാനൊരു പ്രോസസ്സ് പറയണമെന്നേ ഉള്ളൂ. ചിലപ്പോൾ അങ്ങനെ തന്നെ ആവണമെന്നില്ല, പക്ഷെ നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ കാരണം ഈ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എല്ലാം പ്രിപ്പയർ ചെയ്യാൻ നേരമൊന്നും കിട്ടില്ല. അപ്പൊ കാരണം ഇതെല്ലാം നോക്കി പ്രിപ്പയർ ചെയ്യണ്ടേ. അപ്പൊ ഈ ഓഫീസർ തന്നെ ഈ ഇൻവെന്ററി തയ്യാറാക്കും. ഇൻവെന്ററി തയ്യാറാക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് കൊടുക്കും. ആ കൊടുക്കുന്ന സംഗതി ചില സമയത്ത് ഒരു പക്ഷെ അദ്ദേഹം അതിനകത്ത് സൈൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ ഒരു അത് ചില സന്ദർഭങ്ങളിൽ ഇതിനെ ഈ ഒഫീഷ്യൽസ് അതിന് കൗണ്ടർ സൈൻ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഡിറ്റക്ഷൻ ഓഫീസേഴ്സ് അതിനെ കൗണ്ടർ സൈൻ ചെയ്യും. അപ്പൊ ഈ കൗണ്ടർ സൈൻ, അപ്പൊ രണ്ട് സിഗ്നേച്ചർ ചിലപ്പോൾ ഈ ഇൻവെന്ററിയിൽ കാണും. അപ്പൊ ഒന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ സൈനും അതുപോലെ തന്നെ ഡിറ്റക്ഷൻ ഓഫീസറിന്റെ സൈനും. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് ഇങ്ങനെ ഈ എവിഡൻസ് എഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒഫീഷ്യൽസ് പറയും സൈൻ ചെയ്ത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഇൻവെന്ററി ആണെന്ന് പറഞ്ഞു പോകും. കാരണം അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കേസ് പോയി. ചില സമയത്ത് ഇപ്പൊ അങ്ങനെ രേഖകളൊന്നും വരില്ല. പഴയ കേസുകളിലൊക്കെ അങ്ങനെ വന്ന് കണ്ടിട്ടുണ്ട്. ചോദ്യം ചോദിക്കും, ഓഫീസറിനോട് ചോദ്യം ചോദിക്കും, നമുക്ക് ഇത് നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളതല്ലേ, നിങ്ങളുടെ ഒപ്പില്ലേ? അതെ, ഞാൻ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കേസ് കഴിഞ്ഞു. കാരണം ഈ 53A പ്രകാരം അല്ലെങ്കിൽ 53 ഈ ഓതറൈസ്ഡ് ഓഫീസറിന് മാത്രം തയ്യാറാക്കേണ്ട സംഗതിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള റൂളിംഗ് ആണത്. കാരണം SI ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മള് ആദ്യത്തെ ക്ലാസ്സിലായിരിക്കും, രണ്ടാമത്തെ ക്ലാസ്സിലായിരിക്കും സെക്ഷൻ 38ന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ നോക്കിയായിരുന്നു. സുപ്പീരിയർ ഈ റൂളിംഗ് പറയാം. സൈറ്റേഷൻ 2017 4 KHC 693, 2017 4 KHC 693. അതില് offense detected by Abkari officer when a detection and seizure was made by an excise preventive officer, Abkari officer, and when the crime was registered at the excise office in the absence of Abkari officer by the detecting officer himself. And when a detection and seizure was made by an excise preventive officer, Abkari officer, and when the crime was registered at the excise office in the absence of an Abkari officer by the detecting officer himself, he is bound to report the matter as required under section 38 to any other superior officers. അങ്ങനെ ഡിറ്റക്ഷൻ കണ്ടിട്ട് അയാൾ തന്നെ ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല. അയാളുടെ സുപ്പീരിയർ ഓഫീസറിനെ ഈ 38ാം വകുപ്പ് പ്രകാരം ഈ സംഗതി ഇങ്ങനൊരു ക്രൈം ഉള്ളതായിട്ടുള്ള സുപ്പീരിയർ ഓഫീസറിനെ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ചെയ്തിട്ടില്ല. Such non-reporting of offense is fatal and accused entitled to acquittal. Citation പറഞ്ഞിട്ടില്ലെങ്കിൽ 2017 4 KHC 693. സർ, ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ നോക്കിയതിൽ ഈ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കുറച്ച് റൂളിങ്ങുകളൊക്കെയാണ്. കുറച്ച് വൈവിധ്യങ്ങളായി തോന്നിയ ഈ കേസിന് പ്രാക്ടിക്കൽ സൈഡിൽ ആവശ്യം ഉണ്ടായേക്കാവുന്ന കുറച്ച് റൂളിങ്സ്. ഇതിലും കൂടുതൽ റൂളിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്റെ കാഴ്ചയിൽ എനിക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. ആ കിട്ടിയതൊക്കെ ഞാൻ ഇവിടെ ഈ സെഷനിൽ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെഷനിൽ തന്നെ നമുക്ക് നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ സാറ് അനുവദിക്കുകയാണെങ്കിൽ. സമയം അനുവദിക്കുന്നുണ്ട് സാർ. ആ സാർ, നമുക്ക് ആർക്കും തിരക്കില്ല. ആ സാർ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സാർ ക്ലാസ്. താങ്ക് യു സാർ.
ഇനി നമ്മള് ഈ സൈറ്റേഷൻസ് ഒന്ന് നോക്കി ഓടിച്ച് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ് വെറുതെ ആയി പോകുന്നൊരു ഒരു ക്ലാസ് അല്ല, ഒരു സെഷൻ വെറുതെ ആയി പോകണ്ട. അതുകൊണ്ടാണ് ഈ സൈറ്റേഷൻ ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള, അല്ലെങ്കിൽ വെറൈറ്റി അല്ല എന്നാലും നമ്മൾ കുറെ ആസ്പെക്ട്സ് ഉണ്ടല്ലോ. അപ്പൊ ട്രയലിൽ കവർ ചെയ്യാവുന്ന ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ടല്ലോ. അങ്ങനെ എല്ലാ ആസ്പെക്ട്സും ഒന്ന് കവർ ചെയ്യാന്ന് വിചാരിച്ചു. സാറിന് താങ്ക്സ് പറയുന്നു വിനയ വക്കീൽ. താങ്ക് യു. ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ആണ് അവര്. താങ്ക് യു മാഡം, താങ്ക് യു. രജിത വക്കീൽ, എക്സലന്റ് ക്ലാസ് എന്ന് പറയുന്നത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ക്ലാസ് എടുക്കുന്നതാണ് നമുക്ക് സിവിൽ പ്രൊസീജിയർ. ഞാൻ കാണാറുണ്ട്, ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട്. നമുക്ക് എന്താ പറ്റിയെങ്കിൽ യൂട്യൂബ് ആണ് ഇപ്പൊ പലരും ആശ്രയിക്കുന്നത്. നമുക്ക് നമ്മുടെ സൗകര്യത്തിന് കാണാമല്ലോ സാർ. അതൊരു ക്ലാസ് എടുക്കുന്നവർക്ക് എന്തത്ര ആള് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. പക്ഷെ വ്യൂവേഴ്സ് അറിയണ്ട് നമുക്ക്, അതാണ് സന്തോഷം. ഈ യൂട്യൂബുള്ളത് വേറൊരു തരത്തില് ഒരു പേടിയും കൂടെ ഉണ്ട്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ കിടക്കും. പോയ കാര്യങ്ങൾ പോലും അതിനകത്ത് അവിടെ കിടക്കും. സാർ, അബ്കാരി മാറ്റർ ഒക്കെ ഇങ്ങനെ ആൾക്കാരെ രസിപ്പിച്ചുകൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അത് ശരിക്ക് അത് വലിയൊരു ക്രെഡിറ്റ് തന്നെയാണ്. അങ്ങനെ അത്ര സിംപ്ലിഫൈ ചെയ്തിട്ട് സാർ അത് ക്ലാസ് എടുക്കും. ഈ ലോ കോളേജിലെ കുറെ സ്റ്റുഡൻസ് ഇന്നിപ്പോ നമ്മുടെ ആലത്തൂർ വന്നപ്പോഴേ ഞാൻ പറയായിരുന്നു അവരടുത്ത്, നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ്, വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ പലരും ലോ കോളേജ് സ്റ്റുഡൻസ് കാണുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞു നമ്മളടുത്ത്. അപ്പോ പിന്നെ നല്ല നിലയ്ക്ക് ഈ ക്ലാസ് മുന്നോട്ട് പോട്ടെ. സാറിന് ഇനിഷ്യേറ്റീവിൽ എടുക്കുന്ന ഈ ആലത്തൂർ ബാർ അസോസിയേഷന്റെ ക്ലാസ്സുകൾ വളരെ നന്നായിട്ടാണ് പോകുന്നത്. ഞാൻ നേരിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പലപ്പോഴും സാധിച്ചില്ലെങ്കിലും ഞാൻ യൂട്യൂബിലെ ഒരു വ്യൂവറാണ്. ഞാൻ അതിൽ കാണാറുണ്ട്. അതാവുമ്പോൾ നമ്മുടെ സൗകര്യാർത്ഥം കാണാം, രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് പിന്നെയും കാണാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യം ഉണ്ടായില്ലേ. പാലക്കാട് ഒത്തിരി ലോയേഴ്സ് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി ലോയേഴ്സ് സബ്സ്ക്രൈബറാണ് ആ ചാനലിന്റെ. താങ്ക് യു സാർ, താങ്ക് യു. പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും കാണുന്നില്ല, ആരും ചോദിച്ചു കാണുന്നില്ല. ആയിക്കോട്ടെ. എടുത്ത ഇത്തിരി സ്പീഡ് കൂടിയോ സംശയമുണ്ട്. പിന്നെ അങ്ങനെ ഡീപ്പായിട്ടൊന്നും എന്താ പറയാ, ഈ ട്രയൽ ഓറിയന്റഡ് ആയിട്ടാണ് ഈ പല സംശയങ്ങളും വരുന്നത്. സാർ വളരെ ഇൻവോൾവ് ആയിരുന്നു, വളരെ ഇൻവോൾവ് ആയിരുന്നു. ഇപ്പൊ ഞാനൊക്കെ അത് ഫുള്ളി അത് ഇൻവോൾവ് ആയിരുന്നു. ശരിക്ക് ലാഗ് ചെയ്യുന്നതാണ് ശരിക്കും സബ്ജക്ട് വൈസ് നോക്കുമ്പോഴേ വളരെ. സെക്ഷൻ അങ്ങനെ മൈന്യൂട്ട് ആയിട്ട് പോയി കഴിഞ്ഞാൽ പ്രയാസമാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഉപരിപ്ലവമായിട്ടൊന്ന് പോവാന്ന് വിചാരിച്ചു. അല്ല, അതില് കുറച്ച് തമാശ രൂപത്തിലും ഉള്ള സംഗതികളുണ്ട്. അപ്പൊ നമ്മള് ഒഫീഷ്യൽസിന്റെ കാര്യം പറയുമ്പോൾ സാർ, നമ്മള് ശരിക്കും ആ ഒരു പോയിന്റില് നമ്മളെ ശരിക്കും കോടതിയിലേക്ക് ശരിക്കും കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ ക്രോസ് ചെയ്യുന്ന സംഗതി വരെ സാർ അതിന്റെ ഒരു ശരിക്കും ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടിയത് ഭയങ്കര രസമായിരുന്നു. അല്ല, എല്ലാം തന്നെ ഈ ക്രോസ് എക്സാമിനേഷൻ ചിലപ്പോ താങ്കൾ തന്നെ തയ്യാറാക്കിയിട്ടില്ലല്ലേ, താങ്കളുടെ ഒപ്പില്ലെന്ന് വെച്ചാൽ പറഞ്ഞ ആ ഒരു സംഗതി ഒക്കെ നല്ല സിറ്റുവേഷൻ ഭയങ്കര രസമാണ്. എനിവേസ് സർ, താങ്ക് യു. ഗുഡ് നൈറ്റ് സർ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് സർ. Everybody, ക്ലാസ് വൈൻഡ് അപ്പ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. Okay.